ബംഗ്ലാവിൽ ഔതയ്ക്ക് ഈ കിളിച്ചുണ്ടനച്ഛനെ പോലെ പ്രസംഗിക്കാനൊന്നും വലിയ ശീലമില്ല. ഔത ഒരു കൃഷിക്കാരനാ. ഔത പഠിച്ചത് കിളക്കാനും വിത്തിടാനും വിള കൊയ്യാനും മാത്രമാ. ശവം സൂക്ഷിക്കാൻ ഇപ്പൊ കെട്ടിടം ഉണ്ടാക്കിയ ഈ ഔത ഈശോമിശിഹായുടെ കൽപ്പന പ്രകാരം മിന്നുകെട്ടിയ പെണ്ണമ്മയുടെ ഗർഭത്തിലിട്ട വിത്ത് നാലും മുളച്ചു. മൂത്ത വിത്തിന്റെ പേര് അന്തപ്പൻ. അവനിപ്പൊ തഴച്ചു വളർന്ന അമേരിക്കയിലാ. രണ്ടാമത്തെ വിത്ത് ജോണിയും അവന്റെ കെട്ടിയതും അവനിട്ട വിത്തുകളും ഇപ്പൊ അങ്ങ് കാനഡയിലാ. എവിടെയാ കാനഡ വല്ല പിടിയുണ്ടോ? ഔതക്ക് പറഞ്ഞൂടാ. മൂന്നാമത്തെ വിത്ത് പാപ്പിക്കുഞ്ഞ്. അവൻ വിദേശത്താണോ സ്വദേശത്താണോ ഒരു പിടിയില്ല. അതങ്ങ് കാറ്റത്ത് പറന്നുപോയി. പിന്നെ പെണ്ണായിട്ടൊരു വിത്തേ ഉണ്ടായിരുന്നുള്ളൂ. അവളും അവക്ക് കിട്ടിയ വിത്തുകളും ഒക്കെ അങ്ങ് ജർമ്മനിയിലാ. അത് ഭൂമിയുടെ ഏതറ്റത്താണെന്ന് ഈശോമിശിഹാമെന്ന് പറഞ്ഞു തന്നാ പോലും ഈ ഔതക്ക് മനസ്സിലാകുകയല്ല. അല്ല, മനസ്സിലാക്കിയിട്ട് എന്തിനാ? ഈ വിത്തുകളൊക്കെ ഔതയ്ക്ക് മുളപ്പിച്ച് തന്ന ഔതയുടെ പെണ്ണമ്മ എന്ന ഔതയെ വിട്ടു പോയോ അന്നു മുതൽ ഔതയ്ക്ക് ഇതെല്ലാം കെട്ടിക്കാഴ്ച മാത്രമുള്ളൂ. സ്വന്തം എന്ന് പറയാൻ ഔതയ്ക്കൊരു നായിന്റെ പോലും ഇല്ല. എല്ലാ വിത്തുകൾക്കും ഔത ഉണ്ടാക്കിയത് ഇങ്ങനെ വാരിക്കോരി എടുക്കണം. എന്നാലോ ഔത ഒരു വിത്തിനും വേണ്ട. നീ പോടാ. ഔതയ്ക്ക് പറയാനുള്ള ഔത പറയും. ഇങ്ങനൊരു കെട്ടിടം കെട്ടാന്ന് ഔത പറഞ്ഞപ്പോ വേണ്ടാന്ന് ആദ്യം പറഞ്ഞത് ഇവരാ. മക്കള് വിദേശത്താണെങ്കിലും ചത്തുപോയ അപ്പച്ചനെ അമ്മച്ചിയെ ഐസ് പെട്ടിയിലിട്ട് വെക്കുന്ന നെരുവുകേടാണെന്ന് ഇവൻ പറഞ്ഞു. അല്ല, ഇവൻ പറയുന്നത് നേരാ. എന്നാലും ഐസ് പെട്ടി കിടന്ന് തണുത്ത് വിറച്ചിട്ടാണെങ്കിലും സ്വന്തം മക്കളെ കാണണമെന്ന് ഏതൊരു അപ്പനോ അമ്മയ്ക്കും മോഹം ഉണ്ടാവില്ലേ? ഈ ഔതയ്ക്ക് ഔതയുടെ മക്കളെയും ഔതയുടെ കൊച്ചുമക്കളെയും കാണണമെന്ന് മോഹമുണ്ട്. നിങ്ങൾക്കില്ലേ മോഹം? ആ, കൊച്ചു പറയും ഇതിന് മോഹമില്ലേ? ആ, ഈശോക്ക് മോഹമില്ലേ? ആ, അന്നമ്മ കുഞ്ഞിന് എപ്പോഴും എന്നോട് പറയാറില്ലേ? അതുകൊണ്ടാണ് മക്കള് വരുന്നവരെ അപ്പനെ അമ്മച്ചിയൊക്കെ സൂക്ഷിക്കാൻ ഇങ്ങനൊരു പരിപാടി നല്ലതാണെന്ന് ഈ ഔതയ്ക്ക് തോന്നിയത്. സർക്കാർ ആശുപത്രിയിൽ ഐസ് പെട്ടി പോലെ അല്ലത്. ഇത് ഔതയുടെ ഐസ് പെട്ടി. ഇവിടെ പൂന്തോട്ടമുണ്ട്. കാണാൻ വരുന്നവർക്ക് സങ്കടം പറഞ്ഞിരിക്കാനും പ്രാർത്ഥിക്കാനും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വലിയ വാടകയൊന്നുമില്ല. എന്നാലും വിദേശത്തുള്ള മക്കളുടെ അന്തസ് കുറയാത്ത തരത്തിലുള്ള വാടക ഇടാൻ കൃഷ്ണൻ ഉണ്ണിയോട് ഔത പറഞ്ഞിട്ടുണ്ട്. ആ, പിന്നെ ഇന്ന് ആദ്യം കിടക്കാൻ വരുന്ന കറിയാച്ചന് ഇന്നു മുതൽ മക്കള് വരുന്നവരെയുള്ള കിടത്തം ഫ്രീയാ. എന്താ, അങ്ങനെയല്ലടാ? കറിയാച്ച മുതലാളിയുടെ ശവം ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞേ? എന്താ കാര്യം? ബന്ധുക്കളെ സമ്മതിച്ചിട്ടാ കൊണ്ടുവന്നത്. എന്നാ ഞങ്ങൾക്ക് സമ്മതമല്ല. ബോർഡ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വിട്ടുകിട്ടണം. ഇല്ലെങ്കിലോ? കൃഷ്ണനുണ്ണി, കൊണ്ടുപോവാൻ പറ. ചത്തിട്ടാണെങ്കിലും സൂചിച്ച് കിടക്കാൻ ദൈവം കറിയാച്ചന് യോഗം കൊടുത്തതാ. അതും ഇല്ലാതൊക്കെ ഇറങ്ങിയിരിക്കുക ചെകുത്താമാര്. നല്ലോണം ഉച്ചോറ്. അതെ, അങ്ങനെ വിട്ടുകൊടുക്കരുത് പാപ്പ. ഉദ്ഘാടനത്തിന് ശവം വേണമെന്ന് കിളിച്ചുണ്ടനച്ഛൻ പറഞ്ഞതുകൊണ്ട് 7000 രൂപ എണ്ണിക്കൊടുത്താ കറിയാച്ചനെ പൊക്കിയത്. അവര് കൊണ്ടുപോയി. ഉദ്ഘാടനം കലക്കാൻ തൊമ്മിച്ച കളിച്ചതാ വിട്ടുകളാ. ഇതാണ് വർക്കിച്ച തൊമ്മിച്ചനും അവതയും തമ്മിലുള്ള കളി. അവൻ ശവം വിറ്റും കാശ് വാരും, ഞാൻ ആ ശവം പൊക്കി അവന്റെ കാശ് തീർപ്പിക്കും. 47 കൊല്ലം മുമ്പ് ഞാനും അവനും ഒന്നിച്ചാടായി മണ്ണ് കിളച്ചത്. അതിനെത്ര കൊയ്താലും എന്നെ ചതിച്ച അന്നു മുതൽ അവന്റെ കാലം ഞാനാണ്. കൊല്ലില്ല ഞാൻ, പിന്നെ പക്ഷെ കൊല്ലാതെ കൊല്ലും. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടിയേ. ത്രേസ്യയെ കെട്ടി ജർമ്മനിയിൽ പോയ ഞാൻ അവിടെ ചെറിയൊരു കേസ് കുടിയേറ്റാൻ അറിയാമല്ലോ. ഇത്തിരി കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവിടെ ഈസിയായിട്ട് ഊരി പോരുമായിരുന്നു. ത്രേസ്യയും ഞാൻ എത്ര ചോദിച്ചിട്ടും ആ കിളവൻ ചില്ലി കാശ് തന്നിട്ടില്ല, അറിയാവോ? അങ്ങനെ ഞാൻ ജർമ്മനിയിൽ നിന്ന് പുറത്തായി. ഇപ്പൊ ത്രേസ്യ എവിടെ, ഞാൻ ഇവിടെ. ആ കിളവന്റെ കട്ടപ്പുക കണ്ടിട്ട് ഞാൻ ഇനി ജർമ്മനിയിലേക്ക് മടങ്ങും. അതേ കിളവൻ വരുന്നുണ്ട്. ഇവന്റെ പണം വാങ്ങിയിട്ട കളിയെങ്കിൽ ആ കളി അവധിയോട് വേണ്ട. തല്ലിക്കൊന്ന് ഐസിട്ട് വെക്കാൻ നിങ്ങളിൽ ഒരുത്തരം കിട്ടിയാലും മതിയണം. ശവം കിട്ടിയ ഉദ്ഘാടനം നടന്നില്ല പാപ്പ. വിട്, വേണ്ട, ഒന്നും വേണ്ട.
ഇനി എന്റെ നേരെ വിഷം ചീറ്റല്ലേ തോമിച്ച. ചത്തുപോയ എന്റെ പെണ്ണമ്മ നിന്റെ ഒരേ ഒരു പെങ്ങളാ. നിന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് ഞാൻ കാരണം വീഴില്ലാന്ന് അവക്ക് ഞാൻ വാക്കുകൊടുത്തു പോയി. നിനക്ക് വേണ്ടത് ഇപ്പൊ എന്റെ ജീവനാ. പക്ഷെ അതെടുക്കാനൊട്ട് നിന്നെ കൊണ്ട് സമ്മതിക്കരുതെന്നും അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അവത ഇപ്പൊ ചെകുത്താനും ദൈവത്തിനും നടക്ക. ചെകുത്താൻ നീയും ദൈവം എന്റെ പെണ്ണമ്മയും. അവത എന്നാ ചെയ്യാനാ? വീട്ടുകളാ. ഇതെന്നെ ആംബുലൻസ്. അതോ നിന്റെ തറവാട്ടി തേങ്ങാൻ കിടന്ന കിളവനില്ലേ 90 വയസ്സിന്റെ ടാക്സ് ഉണ്ണുണ്ണി മൂപ്പിന്ന് പുള്ളിക്കാരൻ വടിയായി. ഡെഡ് ബോഡി നിന്നെ കാണിക്കാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട അവതച്ചായൻ ആംബുലൻസെ കൊണ്ടുവന്നിരിക്കുക. പോയി കാണടി. അത് അങ്ങേരൊന്നും അല്ല, ഓടണ്ട. ഐസ് വെട്ടിയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന് വെച്ച ശവ. ഉദ്ഘാടനം നിന്റെ തൊമ്മിച്ചൻ കലക്കി. മറിയാത്തേക്ക് പോ. ആ പോ. ഇതൊന്ന് കാണാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. പഴയ കാമുകനല്ലേ, കെട്ടിപ്പിടിച്ച് മനസ്സിലിട്ട് കുറെ കാലം നടന്നല്ലേ. പറഞ്ഞാൽ അനുസരിക്കണം. ഓടി ഓടി കുളിച്ചാ വേണ്ട. വാ വാ വാ, അകത്തേക്ക് വാടി മോളെ. വാടാ. എന്താ കാലില്? ഓ, ഇത്തിരി പാല് തട്ടി മുറിഞ്ഞതാ. പാല് തട്ടി മുറിയോ? നീ ഒരു കിഴങ്ങന. ഞാൻ പിടിച്ചു തന്നവനെ നീ എന്താ രണ്ട് പൊട്ടിക്കാഞ്ഞ്? ഔതപ്പാപ്പ പിടിച്ചപ്പോ തന്നെ അവൻ മുള്ളി. പിന്നെ ഞാൻ എന്തിനാ പൊട്ടിക്കണേ? അത് നേരെ. ദൈവം ശിക്ഷിച്ചവനെ നമ്മൾ ശിക്ഷിക്കുന്ന നെറുകേടാ. ആ നെറുകേട നീ ഏതായാലും ചെയ്യണ്ട. ഇത് ഞാൻ നല്ല ബുദ്ധി കൊടുക്കണേ. ധ്യാനകേന്ദ്രത്തിൽ പോയി മണിക്കൂറോളം കർത്താവിനെ വിളിച്ചിട്ട് പിന്നെ ഇവിടെ വന്ന് എന്നാ തൊലിക്കാടി. അവതയെ കണ്ടപ്പോ മനസ്സങ്ങോട്ട് അലിഞ്ഞു പോയോ? മനസ്സമ്മതം പറഞ്ഞു നിർത്തിയ എന്റെ പെങ്ങളോട് കല്യാണ ദിവസം സമ്മതമല്ലെന്ന് പറയിപ്പിച്ച് വശീകരിച്ച് കൊണ്ടുപോയവനവൻ. കെട്ടാൻ വന്ന തറവാട്ടുകാർക്ക് നാണക്കേട് തീർക്കാൻ നഷ്ടം കൊടുത്ത് എത്രയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? അതിന് പകരം വിട്ടാണ് അവനെ മനസ്സിൽ കൊണ്ടു കിടന്ന് നിന്നെ ഞാൻ കെട്ടിയത്. ഒരിക്കൽ ഞാൻ അവനോട് തുറന്നു പറഞ്ഞു. പക്ഷേ നീ അവനെ മനസ്സിൽ കെട്ടിപ്പിടിച്ച് കിടന്ന കാര്യം അവൻ അറിയത്തില്ലായിരുന്നു. കേട്ടപ്പോ ആ ചങ്ക് പൊള്ളുന്നത് ഞാൻ കണ്ടു. പൊള്ളണം. അവൻ പൊള്ളി പൊള്ളി ദഹിച്ച് ദഹിച്ച് ഇല്ലാതാകുന്നത് എനിക്ക് കാണണം. എടി നീ നോക്കിക്കോ, അവൻ എന്തു തുടങ്ങിയാലും തുടക്കത്തിലെ അത് തകർത്ത അവന്റെ നാശം ഞാൻ നേരിട്ട് കാണും. നിങ്ങൾക്ക് ഭ്രാന്ത. ഒരു ശവം വേണ്ടെടുത്ത് അത് കിട്ടുകയില്ലെന്ന് തോന്നിയ അവത സ്വന്തം ശവം കൊടുത്ത് ആ കാര്യം നടത്തും. അത്രയും വലിയ ആണത്തം ഈ കാണുന്ന തൊമ്മിച്ച മുതലാളിക്കില്ല. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. കുറെ കാലമായി ഞാൻ ഇത് സഹിക്കുന്നു. ഞാൻ അവതച്ചായനെ സ്നേഹിച്ച സത്യ. അയാള് കർത്താവിനെ മനസ്സിൽ വാഴ്ത്തുന്ന സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയാ. അല്ലാതെ നിങ്ങളെപ്പോലെ ആൾത്താരയിൽ കുഴിവെട്ടുന്ന ഒരു മുരടനല്ല. ഇനി ശബ്ദിച്ചാൽ നിന്റെ ഏഴടിയന്തരം ഞാൻ അവതയെ കൊണ്ട് തീറ്റിക്കും.